13,000 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതായത് 7,000 രൂപ ഓണറേറിയം പ്ലസ് 3,000 രൂപ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് പ്ലസ് പ്രവർത്തനങ്ങൾക്കുള്ള സേവനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ്സ് കൂടി കണക്കാക്കുമ്പോൾ ഒരു ആശയ്ക്ക് 13,000 രൂപ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ 13,000 രൂപയിൽ 9,400 രൂപയും സംസ്ഥാന സർക്കാർ നൽകുന്നതാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ രാജ്യത്ത് തന്നെ 1-മോ 2-മോ റാങ്കിങ്ങിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വന്നു. സർ, ഡെന്റൽ കോളേജ്, തിരുവനന്തപുരം ഡെന്റൽ കോളേജ് 25-ാമത്തെ റാങ്കിങ്ങിലുണ്ട്. സർ, സംസ്ഥാനത്ത് ആദ്യമായി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. UGC ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസിലുള്ള പ്രതിലോമകരമായിട്ടുള്ള അംശങ്ങൾ ചെറുക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മതനിരപേക്ഷ സ്വഭാവം കാത്തു സംരക്ഷിക്കുന്നതിന് അത് അനിവാര്യമായ ഒന്നാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയ ഭിന്നശേഷി വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവർ താൽപ്പര്യപ്പെടുന്ന കോളേജുകളിൽ സൂപ്പർ ന്യൂമററി സീറ്റുകൾ സൃഷ്ടിച്ചു നൽകാനാണ് ഉത്തരവായിട്ടുള്ളത്. 5 ഡോക്ടർമാരുടെ സേവനം ആ രാത്രിയിൽ തന്നെ കുട്ടി കർഷകൻ്റെ വീട്ടിൽ കൊടുക്കുകയും ഒക്കെ നമ്മൾ ചെയ്തു. നമുക്കറിയാം, അതുകൊണ്ട് മാത്രം 9 പശുക്കളെ അവിടെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ മറുമരുന്ന് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 9 പശുക്കളെ രക്ഷപ്പെടുത്തി. ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനം കൂടുതൽ ത്വരിതപ്പെടുത്തുവാനും അവർ കൊണ്ടുവരുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ ക്ഷീര കർഷകർക്ക് പ്രയോജനം ചെയ്യുന്ന നിലയിൽ ഉപയോഗിക്കുവാനും ഒക്കെയാണ് നമ്മൾ ഇത്തവണ ഈ ഭേദഗതി കൊണ്ടുവന്നത്. സർ, സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ജനാധിപത്യപരമായ ഫെഡറലിസം നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായാൽ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നികുതി പിരിച്ച് ഇവിടെ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. നമ്മളാരും അങ്ങനെ വാശി പിടിച്ചിട്ടില്ല. കാരണം അതാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, അതാണ് കേന്ദ്രം എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്രം. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയ ശതമാനം നികുതിയും കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. റൺവേ എക്സ്റ്റൻഷന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ആയി. 5-8 വർഷമായിട്ട് നാട്ടുകാരുടെ ഈ വസ്തുവിൻ്റെ ആധാരം, അതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ഗവൺമെൻറ് നിക്ഷിപ്തമായിരിക്കുകയാണ്. നാല് ദിവസത്തിലൊരിക്കലാണ് തൃക്കാക്കരയിൽ കുടിവെള്ളം ലഭിക്കുന്നത്. വൃത്തി വേണം, ശുചിത്വം വേണം എന്നെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ ആവശ്യമായ വെള്ളം കൂടി കൊടുത്താലേ ഈ ശുചിത്വം പാലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞ പദ്ധതി വീതത്തിൽ അനുവദിച്ച 994.84 കോടി രൂപയിൽ വെറും 21.98 മാത്രമാണ് നാളിതുവരെ ചെലവഴിച്ചത്. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക നയത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശക്തമായ സമരവുമായിട്ടാണ് ഡൽഹിയിലെ അതിശൈത്യത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അറബിക്കടലിൽ ആർത്തിരമ്പുന്ന തിരമാല കണക്കെ ഈ കേരളത്തിലെ മന്ത്രിമാർ, മുഖ്യമന്ത്രി, ജനപ്രതിനിധികൾ അതിശക്തമായ സമരമുഖം തീർത്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ടായി. ഇവിടെ സ്റ്റാർട്ടപ്പ് മിഷൻ, അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉന്നതി, ട്രേസ് തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ നമ്മുടെ വകുപ്പ് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് നാട് മാറാൻ വലിയ രീതിയിലേക്കുള്ള പ്രയത്നം നടത്തിയിട്ട് പാകപ്പെടുത്തിയിട്ടുള്ള ഒരു മണ്ണാണ് കേരളം. തുടക്കത്തിൽ ഈ സർക്കാരിന്റെ തുടക്കത്തിൽ ഈ പ്രതിപക്ഷം എന്തായിരുന്നു സർ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ ഇനി മുതൽ ഇത്രയും കാലമുള്ളതുപോലെയല്ല, കഴിഞ്ഞ 5 വർഷം പോലെ അല്ല എന്നുള്ളതായിരുന്നു സർ ഇവർ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളൊരു പുതിയ തീരുമാനങ്ങൾ എടുത്തു വന്നിരിക്കുകയാണ്.
തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം സ്വകാര്യ മൂലധനമാണ് എന്നതാണ് ഈ ബജറ്റിന്റെ ഉള്ളടക്കം. പക്ഷേ കുടിയിറക്കപ്പെടുന്നവരുടെ കുറിച്ചോ ആദിവാസികളുടെ ഭൂമി അവകാശത്തെക്കുറിച്ചോ ഒരക്ഷരം പറയുന്നില്ല സർ. 50 വർഷക്കാലത്തോളമായി കോഴിക്കോട്, കൊയിലാണ്ടി, വടകര താലൂക്കുകളിലെ 15,000-ഓളം ഹെക്ടർ ഭൂമിയിലെ ജലസേചനം നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള കനാലുകളാണ് എൻ്റെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം വളരെ പഴക്കം ചെന്ന അഴിയൂർ ബ്രാഞ്ച് കനാൽ ഉൾപ്പെടെ ഇതിനകത്ത് ഉണ്ട് എന്നതാണ്. ഞങ്ങൾ ആലപ്പുഴക്കാരുടെ ചിരകാല സ്വപ്നമായിരുന്നു. ആലപ്പുഴ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് മുതൽ ഇങ്ങോട്ട് വരുന്ന MLA-മാരൊക്കെ അറിയാം. നിങ്ങൾ കാറിൽ വരുന്നവർക്ക് എന്ത് എളുപ്പത്തിലാണ്, മണിക്കൂറുകൾ ലാഭത്തിൽ നമുക്ക് ഇവിടേക്ക് എത്താൻ കഴിയും. ആലപ്പുഴ ബൈപ്പാസ് ഒരു മണൽക്കൂനയായിരുന്നു, അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു ചെറിയ ഭേദഗതിയാണെങ്കിൽ പോലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് 2005 ആഗസ്റ്റ് 24 വന്ന ഒരു ഓർഡിനൻസിലൂടെ നിയമത്തിൽ വന്ന ബോർഡാണ്. അവിടെ ഈ ഒരു ഭേദഗതിയിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. സ്ത്രീകൾ നയിക്കുന്ന കുടുംബാംഗങ്ങൾ കേരളത്തിൽ 22%, രാജ്യത്ത് 11%. 2020 കണക്കനുസരിച്ച് 10-നും 49-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ സാക്ഷരത കേരളത്തിൽ 98.3-ഉം രാജ്യത്ത് 71.5-ഉമാണ് സർ. സ്ഥിരം വേതനമുള്ള സ്ത്രീകൾ രാജ്യത്ത് 22.6%-എങ്കിൽ കേരളത്തിലേത് 44.3%-മാണ്. കൗമാരക്കാരിലെ ഗർഭധാരണ നിരക്ക് രാജ്യത്ത് 6.5%-എങ്കിൽ കേരളത്തിൽ 2.4 മാത്രമാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി അടിയന്തരമായി പൂർണ്ണമായ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ആശുപത്രിയിൽ ആവശ്യമായ മുഴുവൻ ജീവനക്കാരെയും നിയമിച്ച് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് നമുക്ക് തുറവൂരിന് ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ ഒരുപക്ഷേ 2 പഞ്ചായത്തിൻ്റെ കുടിവെള്ളത്തിനെങ്കിലും ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവും. താഴ്ന്ന പ്രദേശത്ത് അവർ മണൽ വാരി അവരുടെ പ്രദേശങ്ങളിൽ മണ്ണിട്ട് ഉയർത്തുന്ന രീതികളും അവിടെ കാർഷികേതര ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിച്ചിരുന്നു. കാലത്തും മാറി സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായ 6000 കോടി രൂപ സർക്കാർ തുടർന്ന് നൽകുന്നു. സംസ്ഥാനത്ത് കഴക്കൂട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാത വികസനം അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന തൊഴിൽ സാധ്യതകൾ പരിഗണിച്ച് തുറമുഖത്തിനോടനുബന്ധമായ തൊഴിൽ നൈപുണ്യ കോഴ്സുകൾ ITIകളിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ?